ഹലോ എവ്രിവൺ. പിന്നെ നമുക്കൊരു പവർ ബി ഐ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്ത് നോക്കിയാലോ? പവർ ബി ഐ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ഇന്റലിജൻസ് ടൂൾ ആണ്. ഈ ഒരു ടൂളിനകത്ത് തന്നെ നമുക്ക് ഡാറ്റ കണക്ടിവിറ്റിയും ഡാറ്റ മോഡലിങ്ങും അതുപോലെ വിഷ്വലൈസേഷനും ചെയ്യാൻ പറ്റും. ഇന്ന് ഈ ഒരു ഡാഷ്ബോർഡ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ സെറ്റ് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടും. അപ്പോൾ പ്ലീസ് ഫോളോ ചെയ്യാം. sales.csv എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡാറ്റ സെറ്റ് വെച്ചിട്ടാണ് ഞാൻ എന്റെ പവർ ബി ഐ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ഡാറ്റ സെറ്റിനെ പവർ ബി ഐയിലോട്ട് ലോഡ് ചെയ്യാം. ഇതാണ് എന്റെ പവർ ബി ഐ ഡെസ്ക്ടോപ്പിന്റെ ലേഔട്ട്. ഇനി എനിക്ക് എന്റെ sales.csv എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ സെറ്റിനെ പവർ ബി ഐ ഡെസ്ക്ടോപ്പിലോട്ട് ലോഡ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഞാൻ മേളിലെ ഈ റിബണിൽ നിന്ന് ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ ഓപ്ഷന്റെ ഡ്രോപ്പ് ഡൗൺ ഓപ്പൺ ചെയ്യുന്നു. ഇതിനകത്ത് ഒരുപാട് ഡാറ്റ സോഴ്സസിൽ നിന്ന് നമുക്ക് ഡാറ്റനെ കണക്ട് ചെയ്യാം. എന്റെ കയ്യിലുള്ള ഫയല് CSV ഫയലാണ്. അതുകൊണ്ട് ഞാൻ ടെക്സ്റ്റ് ഓർ CSV എന്നുള്ള ഈ ഓപ്ഷനിലോട്ട് പോകുന്നു. ഇത് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ എവിടെയാണോ എന്റെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അവിടെ നിന്ന് എന്റെ ഡാറ്റനെ സെലക്ട് ചെയ്തു. ഓപ്പൺ. ഇപ്പോ ഒരു ചെറിയൊരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിൽ എന്റെ ഡാറ്റനെ കാണാൻ പറ്റും. താഴെ നോക്കിക്കഴിഞ്ഞാൽ 3 ഓപ്ഷൻസ് ഉണ്ട്: ലോഡ്, ട്രാൻസ്ഫോം ഡാറ്റ, ക്യാൻസൽ. ഇതിൽ ലോഡ് കൊടുത്താൽ ഡയറക്റ്റ് ആയിട്ട് ഫ്രണ്ട് എൻഡിലൂടെ ഡാറ്റ ലോഡ് ആയി വരും. ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് ട്രാൻസ്ഫോം ഡാറ്റയാണ്. ഇപ്പോ എന്റെ പവർ ബി ഐയുടെ ബാക്ക് എൻഡ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. എന്റെ ഡാറ്റ ബാക്ക് എൻഡിലോട്ട് ലോഡ് ആയിട്ടുണ്ട്. ഈ ഒരു വിൻഡോനെ പറയുന്ന പേര് പവർ ക്വറി എഡിറ്റർ എന്നാണ്. ഇവിടെ വെച്ചിട്ടാണ് ഞാൻ എന്റെ ഡാറ്റ ക്ലീൻ ചെയ്യുന്നതും അതുപോലെ ട്രാൻസ്ഫോം ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എന്റെ ഡാറ്റ ക്ലീൻ ആണോ, അതായത് empty വാല്യൂസ് ഉണ്ടോ, എറേഴ്സ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഈ വ്യൂ ടാബിലോട്ട് പോകുന്നു. കോളം ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നു. ഇപ്പോൾ ഓരോ കോളത്തിന്റെയും കോളം ഹെഡറിന് താഴെയായിട്ട് ആ കോളത്തിന്റെ എറർ പെർസെൻറ്റേജ്, empty%, വാലിഡ് പെർസെൻറ്റേജ് ഒക്കെ കാണാൻ പറ്റും. എല്ലാ കോളവും ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ എന്റെ എല്ലാ കോളത്തിനകത്തും എററും എംടിയും 0% ആണ്. സോ എന്റെ ഡാറ്റയ്ക്കകത്ത് എറർ വാല്യൂസും empty വാല്യൂസും ഇല്ല. ഇനി അടുത്തത് ഞാൻ ചെക്ക് ചെയ്യേണ്ടത് എല്ലാ കോളത്തിനും അസൈൻ ആയിരിക്കുന്ന ഡാറ്റ ടൈപ്പ് കറക്റ്റ് ആണോ എന്നാണ്. ഇപ്പൊ ഡേറ്റ് കോളത്തിന്റെ സൈഡിൽ ഇവിടെ കലണ്ടറിന്റെ ഒരു ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ പവർ ബി ഐ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡാറ്റ ടൈപ്സും കാണാൻ പറ്റും. സോ ഡേറ്റിന് ഡേറ്റ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് ആണ് അസൈൻ ആയിരിക്കുന്നത്. ഡേക്ക് ഹോൾ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ ടൈപ്പ് ആണ് അസൈൻ ആയിരിക്കുന്നത്. മന്തിന് ടെക്സ്റ്റ്, ഇയറിനും ഹോൾ നമ്പർ ആണ്. കസ്റ്റമർ ഏജ് ഹോൾ നമ്പർ, ഏജ് ഗ്രൂപ്പ് ടെക്സ്റ്റ്, കസ്റ്റമർ ജെൻഡർ ടെക്സ്റ്റ്, കൺട്രി ടെക്സ്റ്റ്, സ്റ്റേറ്റ് ടെക്സ്റ്റ് ആണ് അസൈൻ ആയിരിക്കുന്നത്. പ്രൊഡക്റ്റ് കാറ്റഗറി ടെക്സ്റ്റ്, സബ് കാറ്റഗറി ടെക്സ്റ്റ്, പ്രൊഡക്റ്റ് ടെക്സ്റ്റ്, ഓർഡർ ക്വാണ്ടിറ്റി, ഹോൾ നമ്പർ, യൂണിറ്റ് കോസ്റ്റ്. ഇത് ഹോൾ നമ്പറിൽ നിന്നും ഡെസിമലിലോട്ട് ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. യൂണിറ്റ് പ്രൈസിനെയും അതുപോലെ ഞാൻ ഡെസിമൽ നമ്പറിലോട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. റീപ്ലേസ് കറണ്ട് കൊടുക്കാം. പ്രോഫിറ്റിനെയും ഞാൻ ഡെസിമൽ നമ്പറിലോട്ട് ചേഞ്ച് ചെയ്യുന്നു. റീപ്ലേസ് കറണ്ട്. കോസ്റ്റിനെയും ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഡെസിമൽ നമ്പറിലോട്ട്. റവന്യൂവിനെയും ഞാൻ ഡെസിമൽ നമ്പറിലോട്ട് ചേഞ്ച് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ എന്റെ ഡാറ്റ ടൈപ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് ഇതിനകത്ത് ഒരു മാറ്റം കൂടി വരുത്തണം. അതായത് എന്റെ ഏജ് ഗ്രൂപ്പ് നോക്കി കഴിഞ്ഞാൽ യൂത്ത് <25, അതുപോലെ അഡൽസ് 35 to 64. എനിക്ക് ഈ ബ്രാക്കറ്റിനകത്തുള്ള പോർഷൻ വേണ്ട. ഇതിന്റെ നെയിംസ് മാത്രം മതി. അതായത് യൂത്ത്, അഡൽസ്, യങ് അഡൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം വേണം. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിനു വേണ്ടി ആഡ് കോളത്തിലോട്ട് പോകുന്നു. ഈ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞ ഓപ്ഷനകത്തുനിന്ന് ടെക്സ്റ്റ് ബിഫോർ ഡെലിമീറ്റർ, അതായത് ഡെലിമീറ്ററിന്
മുൻപിലുള്ള ടെക്സ്റ്റിനെ മാത്രം ഞാൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പോവാണ്. ബ്രാക്കറ്റ് ആണ് എന്റെ ഡെലിമീറ്റർ. ഇപ്പൊ ഞാൻ ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കും. ഇപ്പൊ ഇവിടെ അപ്ലൈഡ് സ്റ്റെപ്സ് റൈറ്റ് സൈഡിലുള്ള ഈ അപ്ലൈഡ് സ്റ്റെപ്സിനകത്ത് ചെക്ക് ചെയ്താൽ കാണാം ഇൻസേർട്ടഡ് ടെക്സ്റ്റ് ബിഫോർ ഡെലിമീറ്റർ. ഈ ടേബിളിന്റെ ഏറ്റവും ലാസ്റ്റ് കോളം ചെക്ക് ചെയ്താൽ ടെക്സ്റ്റ് ബിഫോർ ഡെലിമീറ്റർ എന്ന് പറഞ്ഞ പേരില് എനിക്ക് വേണ്ട കോളം ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ കോളത്തിനെ റീനെയിം ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഈ നെയിമിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഇതിന് ഏജ് ഗ്രൂപ്പ് നെയിം എന്ന പേര് കൊടുക്കുന്നു. എഗെയിൻ ഒരു സ്റ്റെപ്പ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്, റീനെയിംഡ് കോളംസ്. അപ്പൊ എനിക്ക് വേണ്ട മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തി കഴിഞ്ഞു. എനിക്ക് എന്റെ ഡാറ്റനെ ഫ്രണ്ട് എൻഡിലോട്ട് ലോഡ് ചെയ്യണം. അതിനുവേണ്ടി ഹോം ടാബിൽ പോകുന്നു, ക്ലോസ് ആൻഡ് അപ്ലൈ കൊടുക്കുന്നു. ഇപ്പൊ നമ്മൾ നമ്മുടെ ഡാറ്റനെ പവർ ബി ഐ ഡെസ്ക്ടോപ്പിന്റെ ഫ്രണ്ട് എൻഡിലോട്ട് ട്രാൻസ്ഫോം ചെയ്തതിന് ശേഷം ലോഡ് ചെയ്തു. ഇനി നമുക്ക് വിഷ്വലൈസേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വിഷ്വൽ എന്ന് പറയുന്നത് കാർഡാണ്. എന്തെങ്കിലും ഒരു വാല്യൂവിന്റെ ഒരു അഗ്രിഗേറ്റ് കാണിക്കണമെങ്കിലാണ് നമ്മൾ കാർഡ് ആഡ് ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ ടോട്ടൽ പ്രോഫിറ്റ്, ടോട്ടൽ സെയിൽസ്, അങ്ങനെ എന്തിനെങ്കിലും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെങ്കിലാണ് നമ്മൾ ഈ കാർഡ് വിഷ്വൽ യൂസ് ചെയ്യുക. അപ്പൊ ഈ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു റിബണിനകത്ത് ഇവിടെ 1 2 3 എന്ന് പറഞ്ഞ ഈ ഒരു ഐക്കൺ ആണ് കാർഡ്. ഞാനത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ എനിക്ക് കാർഡ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യമായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ടോട്ടൽ പ്രോഫിറ്റ് ആണ് എനിക്ക് വേണ്ടത്. ഞാനത് ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ എന്റെ ടോട്ടൽ പ്രോഫിറ്റ് ഇപ്പൊ അവിടെ ആഡ് ആയിട്ട് വരും. ഇനി ഞാൻ ഇതിനെ എനിക്ക് ഇഷ്ടമുള്ള എന്റെ വിഷ്വലൈസേഷനിൽ എനിക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ ഞാൻ സ്റ്റൈൽ ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് വിഷ്വലൈസേഷന്റെ ഈ മിഡിലുള്ള ഐക്കൺ ഫോർമാറ്റ് യുവർ വിഷ്വൽ എന്ന് പറഞ്ഞിട്ട് ഈ പാർട്ടിലോട്ട് പോകുന്നു. ഇവിടെ വിഷ്വൽ എന്ന് പറഞ്ഞതിന്റെ താഴെ കാറ്റഗറി ലേബൽ കാണാം. കാറ്റഗറി ലേബൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കാർഡിന്റെ താഴെ സം ഓഫ് പ്രോഫിറ്റ് എന്ന് വന്നിട്ടുണ്ട്. അതാണ് എനിക്കത് വേണ്ട. ഞാൻ അതിനെ റിമൂവ് ചെയ്യണം. സോ ഞാൻ ഇവിടെ ഇതിനെ ഓഫ് ചെയ്ത് വെക്കുന്നു. ഇനി ഞാൻ ജനറലിൽ പോയിട്ട് ടൈറ്റിൽ ഓൺ ചെയ്യുന്നു. ടൈറ്റിൽ കൊടുക്കുന്നു ടോട്ടൽ പ്രോഫിറ്റ് എന്നാണ് ഞാൻ ടൈറ്റിൽ കൊടുക്കുന്നത്. ഇപ്പൊ നോക്കിയാൽ കാണാം അവിടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ടൈറ്റിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ ബോൾഡ് ആക്കുന്നു. അതുപോലെ ഞാൻ മിഡിൽ അലൈൻ ചെയ്യുന്നു. ഇനി താഴെ എഫക്ട്സിൽ പോയിട്ട് വിഷ്വൽ ബോർഡർ ഓൺ ചെയ്യുന്നു. അതുപോലെ വിഷ്വൽ ബോർഡറിന്റെ റൗണ്ടഡ് കോർണേഴ്സ് ഒരു 6 ആക്കി കൊടുക്കുന്നു. ഇപ്പൊ നോക്കിയാൽ എന്റെ കാർഡ് ഫോർമാറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഷേപ്പ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എന്റെ ഫസ്റ്റത്തെ കാർഡ് ഫോർമാറ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് 2 കാർഡ് കൂടി ആഡ് ചെയ്യാനുണ്ട്. അതും എനിക്ക് ഇതേ ഫോർമാറ്റിൽ തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഞാൻ കോപ്പി ചെയ്യുന്നു, Ctrl+C, ആൻഡ് ഞാൻ ഇതിനെ പേസ്റ്റ് ചെയ്യുന്നു, Ctrl+V. അഗെയിൻ ഒരെണ്ണം കൂടി Ctrl+V കൊടുക്കും. ഓക്കെ, ഇനി ഈ രണ്ടാമത്തെ കാർഡിൽ എനിക്ക് ടോട്ടൽ റവന്യൂ ആണ് ആഡ് ചെയ്യേണ്ടത്. സോ ഞാൻ ടോട്ടൽ പ്രോഫിറ്റിനെ കളഞ്ഞിട്ട് ടോട്ടൽ റവന്യൂ ടിക്ക് കൊടുക്കുന്നു. ഇതിന്റെ ടൈറ്റിൽ ടോട്ടൽ റവന്യൂ എന്നാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഫോർമാറ്റ് യുവർ വിഷ്വലില് ജനറലിൽ പോയിട്ട് ടൈറ്റിൽ ടോട്ടൽ റവന്യൂ എന്നാക്കി മാറ്റും. ഇനി മൂന്നാമത്തെ വിഷ്വൽ സെലക്ട് ചെയ്യുന്നു. ഇവിടെ എനിക്ക് ടോട്ടൽ കോസ്റ്റ് ആണ് വേണ്ടത്. അപ്പൊ ഞാൻ ടോട്ടൽ പ്രോഫിറ്റ് റിമൂവ് ചെയ്തിട്ട് ടോട്ടൽ കോസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ടോട്ടൽ കോസ്റ്റ് അവിടെ വന്നിട്ടുണ്ട്. മേലിലെ ഹെഡിങ് മാറ്റി ടോട്ടൽ കോസ്റ്റ് എന്നാക്കും. അപ്പൊ എന്റെ വിഷ്വലൈസേഷനിലോട്ട് ആഡ് ചെയ്യാനുള്ള 3 കാർഡ്സും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു.
ഇനി എന്റെ വിഷ്വലൈസേഷന് എനിക്കൊരു കളർ തീം ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മേളില് വ്യൂ ടാബിൽ പോയിട്ട് ഇവിടെ തീംസ് ഉണ്ട്. അതിനകത്തുനിന്ന് എനിക്ക് വേണ്ട ഒരു തീം ഞാൻ ചൂസ് ചെയ്യുന്നു. ഞാൻ ഈ ഒരു തീമാണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം സെലക്ട് ചെയ്യാവുന്നതാണ്. തീം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള കളർ കോമ്പിനേഷനിലായിരിക്കും നമുക്ക് കിട്ടുന്ന ചാർട്ട്സും വിഷ്വലൈസേഷൻസും എല്ലാം വരുന്നത്. ഞാൻ ഈ തീം ചൂസ് ചെയ്യുന്നു. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു റവന്യൂവിന്റെ ഇയർലി ട്രെൻഡ് കാണിക്കുന്ന ഒരു വിഷ്വലൈസേഷൻ ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റാക്ക്ഡ് കോളം ചാർട്ട് ആണ്. അപ്പൊ ഞാൻ അത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ ആഡ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ എക്സ് ആക്സിസിലോട്ട് ഞാൻ ഡേറ്റിനെ കൊടുക്കുന്നു. ഇപ്പൊ ഡേറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ താഴെ ഡേ, മന്ത്, ക്വാർട്ടർ, ഇയർ വന്നിട്ടുണ്ട്. എനിക്ക് ഇയർ മാത്രമാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ബാക്കി എല്ലാത്തിനെയും കട്ട് ചെയ്ത് കളയുന്നു. അതുപോലെ വൈ ആക്സിസിലോട്ട് ഞാൻ റവന്യൂവിനെ കൊടുക്കുന്നു. ഇപ്പൊ എന്റെ ചാർട്ട് ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണോ കാർഡില് ടൈറ്റിലും അതുപോലെ ബോർഡറും സെറ്റ് ചെയ്ത് കൊടുത്തത്, അതേപോലെ നമ്മുടെ കോളം ചാർട്ടിലും എന്ത് സെറ്റ് ചെയ്യുക, ടൈറ്റില് മിഡിലോട്ടാക്കുക, അതുപോലെ ബോർഡർ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് റവന്യൂ ബൈ ഇയർ എന്നാണ്. അതുപോലെ ഞാൻ ബോർഡർ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ എന്റെ ഈ ചാർട്ടിനകത്ത് എനിക്ക് താഴെ ഈ ഇയർ, അതുപോലെ വൈ ആക്സിസിൽ സം ഓഫ് റവന്യൂ, ആ നെയിംസ് എനിക്ക് വേണ്ട. അതായത് ആക്സിസ് ടൈറ്റിൽസ് എനിക്ക് റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചാർട്ട് സെലക്ട് ചെയ്യുന്നു, ഫോർമാറ്റ് യുവർ വിഷ്വലിലോട്ട് പോകുന്നു, എക്സ് ആക്സിസിന്റെ ഡ്രോപ്പ് ഡൗൺ ഓപ്പൺ ആക്കുന്നു. അതിന് താഴെ ടൈറ്റിൽ ഞാൻ ഓഫ് ചെയ്തിടുന്നു. അതുപോലെ വൈ ആക്സിസിന്റെ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ഞാൻ ടൈറ്റിൽ ഓഫ് ചെയ്യുന്നു. ഇപ്പൊ എന്റെ ചാർട്ടിന്റെ ഫോർമാറ്റിംഗ് കഴിഞ്ഞു. എന്റെ ചാർട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. റവന്യൂ ബൈ ഇയർ എന്നുള്ള ചാർട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അടുത്തത് ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബൈ ജെൻഡർ. അതായത് ഓരോ ജെൻഡറിൽ നിന്നും നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു ഡോണറ്റ് ചാർട്ട് ആണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വിഷ്വലൈസേഷനിലൂടെ നോക്കി കഴിഞ്ഞാൽ ഡോണറ്റ് ചാർട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്യുന്നു. അതിന്റെ വാല്യൂസ് പാർട്ടിലോട്ട് ഞാൻ പ്രോഫിറ്റിനെ ആഡ് ചെയ്യുന്നു. അതുപോലെ ലെജൻഡിലോട്ട് ഞാൻ കസ്റ്റമർ ജെൻഡർ ആഡ് ചെയ്യുന്നു. എന്റെ ചാർട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ ടൈറ്റിലും ബോർഡറും ഞാൻ എന്റെ ആവശ്യത്തിനനുസരിച്ച് മാറ്റുന്നു. ഇനി എനിക്ക് ഇതിലെ ലെജൻഡിന്റെ ഈ ടൈറ്റിൽ ഒഴിവാക്കണം. അതുപോലെ ഡേറ്റ ലേബിൾസിനെ ഒന്ന് സ്റ്റൈൽ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ അഗെയിൻ ഫോർമാറ്റ് യുവർ വിഷ്വൽസിൽ പോകുന്നു. ലെജൻഡിന്റെ ഡ്രോപ്പ് ഡൗൺ ഓപ്പൺ ആക്കിയിട്ട് അതിന്റെ ടൈറ്റിൽ ഞാൻ ഓഫ് ചെയ്തിടുന്നു. അതുപോലെ താഴെ ഡീറ്റെയിൽ ലേബിൾസിന്റെ ഡ്രോപ്പ് ഡൗൺ ഓപ്പൺ ആക്കുന്നു. അതിൽ ലേബൽ കണ്ടന്റ്സിൽ ഞാൻ ഡേറ്റ വാല്യൂന്ന് ചൂസ് ചെയ്യുന്നു. ഇപ്പൊ എന്റെ ഡോണറ്റ് ചാർട്ടിന്റെ സ്റ്റൈലിംഗ് കഴിഞ്ഞു.